Hi friends, welcome back once again. ഇന്ന് നമ്മുടെ ഇന്നലത്തെ സബ്ജക്റ്റിൻ്റെ തുടർച്ച തന്നെയാണ്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാവരും പലവിധ ചൂഷണത്തിന് വിധേയരാകുന്നതാണ്. മരുന്ന് കമ്പനികളും അതുപോലെ മരുന്ന് നിർമ്മാതാക്കളും നമ്മുടെ ഓരോ വയ്യായ്മയെയും ചൂഷണം ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ തടിയും വയറൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മരുന്നുകൾ ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഒരു വീഡിയോ നോക്കിയപ്പോൾ എനിക്ക് ചിരിയാവുന്നു. സത്യത്തിൽ ചിരി വന്നെന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം അവർ പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ഒരിക്കലും നടക്കില്ല എന്നുള്ള അറിവ് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇന്നലെ ആ വീഡിയോയിൽ പറയുന്നത് നീളം വെക്കാനുള്ള വഴിയാണ്. അതായത് എത്ര കുറുതയായ മനുഷ്യനും അത് കഴിച്ചു കഴിഞ്ഞാൽ നീളം വെക്കണം എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനിതുവരെ ആരും നീളം വെച്ചിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ നീളം വെക്കാൻ അത് കഴിച്ചാൽ മതിയെങ്കിൽ എന്നാൽ പിന്നെ ഈ ലോകത്തുള്ള എല്ലാവരും നീളം വെച്ചാണ്. കാരണം എല്ലാവരും കഴിക്കുന്ന സാധനമാണത്. അത് പിന്നെ അവർ കഴിക്കേണ്ട മെത്തേഡ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. ഇതിങ്ങനെയും കഴിക്കാമല്ലേ. അങ്ങനെ പല രീതിയിലുള്ള ചൂഷണത്തിന് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് റെസ്റ്റോറൻറ്റിൽ, പിന്നൊന്ന് ഹോസ്പിറ്റലിൽ. ഈ രണ്ട് സ്ഥാപനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്. കാരണം ഇപ്പുറത്തുനിന്ന് കിട്ടിയതൊക്കെ വാങ്ങിക്കുന്ന അപ്പുറം ഡോക്ടർക്ക് പോയിട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ നാച്ചുറലായിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നില്ല. പണ്ടൊക്കെ വെച്ചാൽ നമ്മൾ നാട്ടുപുറങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇലക്കറികൾ ധാരാളം കിട്ടും. എല്ലാ വീടുകളിലും ഇലക്കറികൾ, ചീര, അതുപോലെ തന്നെ മറ്റുള്ള ഇലക്കറികൾ ഉണ്ടാകും. പക്ഷെ ഇന്നത് ലഭ്യമല്ല. അതാണ് നമ്മൾ ഇപ്പോൾ ചിക്കൻ കഴിച്ചിട്ട് കൊളസ്ട്രോൾ പിടിച്ചിട്ട്, മാംസം കഴിച്ചിട്ട് കൊളസ്ട്രോൾ പിടിച്ചിട്ട് മരിക്കുന്നതെങ്കിൽ അറബികളൊക്കെ എന്നോ തീരേണ്ട സമയം കഴിഞ്ഞു. കാരണം എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ കോഴിയും ഇറച്ചിയൊക്കെ കഴിക്കുന്നുള്ളത് അറബികളാണ്. അവർക്ക് റേഷൻ തന്നെ ഉണ്ട്. മാസത്തിൽ 3 കാർട്ടൂൺ കോഴി, അതായത് ഫ്രീസർ ചിക്കന്. ഒരു കാർട്ടൂണിൽ 24 പീസാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു മാസത്തേക്ക് അവർക്ക് റേഷൻ തന്നെ ഉണ്ട്. അതുപോലത്തെ 3 കാർട്ടൂൺ. ഇതൊക്കെ ഡെയിലി രാത്രിയും പകലും കഴിച്ചു തീർക്കുക ഇവർ. എന്നാൽ പിന്നെ അവർക്കെന്താ കൊളസ്ട്രോളൊന്നും വരാത്തത്? അവർക്കെന്താ തടി പൊടവയറ് കൂടാത്തത്? അവർക്കെന്താ ഇതുപോലുള്ള പ്രശ്നങ്ങളില്ലാത്തത്? അവരുടെ എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും ഇലവർഗ്ഗങ്ങൾ സലാഡായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇലവർഗ്ഗങ്ങൾ പ്രമേഹം നിയന്ത്രിക്കുന്നതുണ്ട്, ഷുഗറിൻ്റെ നിയന്ത്രണമുണ്ട്, എല്ലാവിധ സാധനങ്ങളെയും നിയന്ത്രിക്കുന്ന ഇലകൾ അതിലുണ്ട്. അപ്പോൾ അതാണ് മെയിൻ. നമ്മൾ ഇലവർഗ്ഗങ്ങൾ എത്ര കണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ അത്ര കണ്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ശരീരത്തോട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം. പിന്നെ ഈ ചൂഷണങ്ങളിലൊക്കെ പോയി പെടാതിരിക്കുക. ഈ യൂട്യൂബിൽ കാണുന്ന മരുന്നുകൾ ഉണ്ടാക്കി കഴിക്കുക, തടി കുറക്കാൻ ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ കൂടെ അതും ഇട്ട് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാറ്റിനകത്ത് 2 സാധനം ചെയ്തിട്ടുണ്ട്, ചെറിയ സാധനം. അതങ്ങോട്ട് അടിച്ചു പോയാൽ പിന്നെ തീർന്നു. പിന്നെ തടി കുറക്കാൻ നടക്കേണ്ടി വരില്ല, തന്നാലെ തടി കുറഞ്ഞോളും. അപ്പോൾ അതുകൊണ്ട് അപ്പണിക്കൊന്നും നിൽക്കണ്ട. പിന്നെ ഈ റോഡ് സൈഡ് കാണുന്ന എന്താ ഗോൾക്കപ്പ, അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിക്കുക. പിന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എത്ര കണ്ട് നമുക്ക് ഫുഡ് നിയന്ത്രിക്കാൻ പറ്റുമെന്നല്ല, ഫുഡ് നിർത്തണം എന്നല്ല ഞാൻ പറയുന്നത്. ഈ അനാവശ്യമായിട്ടുള്ള വലിച്ചു കയറ്റൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് അത്ര മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ തടി കുറക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ഇതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെ നേടാൻ യൂട്യൂബിലൂടെ ഗോൾഡ് എന്നാണ്. ഇതും ഒരു ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് വേണ്ടത് സബ്സ്ക്രൈബാണ്. ഇത് നിങ്ങൾക്കൊരു ഉദാഹരണമായിട്ടാണ് ഞാനവിടെ ക്യാപ്ഷൻ കൊടുക്കുന്നത് തന്നെ. അപ്പോൾ ഇതുപോലെയാണ് എല്ലാ തരത്തിലും. കാരണം ഈ ക്യാപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയാലും ഇത് തുറന്നു നോക്കുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത് ചൂഷണമല്ല കേട്ടോ. എനിക്ക് 1000 സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞാൽ ഞാൻ നിരക്കിട്ടിട്ട് അതിൽ വരുന്ന വിജയികളെ ഞാൻ തീരുമാനിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര: നിങ്ങളുടെ കമൻറ്റ്, നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക,
അത് നിങ്ങളുടെ ഫോൺ നമ്പറും കൂടി വെക്കുക കമൻറ്റിൻ്റെ കൂടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ പേര് വയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്യുക. ഇതിൻ്റെ 1000 സബ്സ്ക്രൈബ് ആവുന്ന സമയത്ത് ഞാനത് നറുക്കിടുന്നതാണ്. നറുക്കിട്ടിട്ട് വിജയികളെ ഞാൻ അറിയിക്കുന്നതുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചൂഷണത്തിൻ്റെ, അതായത് നമ്മളെ പുടവാറ് കുറക്കാൻ വേണ്ടിയിട്ട് നട്ടോട്ടോ ഓടൊന്നും വേണ്ട. നിങ്ങൾ ഒരു മരുന്നും കഴിക്കാതെ തന്നെ നിങ്ങളെ പുടവയറും പോകും, നിങ്ങളെ തടിയും പോകും. ഇത് എന്നെ നോക്കുക, ഹായ് എന്ത് രസമാണ്, 50 കിലോയിലും ജാസ്തി ഇതുവരെ പോയിട്ടില്ല. എങ്ങനെ എൻ്റെ തടി പോയി എന്നുള്ളത് എനിക്കറിയില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ നല്ല തടിയായിരുന്നു, ആവറേജ് തടിയായിരുന്നു. പക്ഷേ എങ്ങനെ പോയി എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. പക്ഷേ ഞാൻ പാൽ ഉപയോഗിക്കില്ല, ഐസ്ക്രീം ഉപയോഗിക്കില്ല, ചോക്ലേറ്റ് ഉപയോഗിക്കില്ല. ഈ 3 സാധനം ഞാൻ തൊടില്ല. പിന്നെ ഹോട്ടൽ ഫുഡ് ഞാൻ തീരെ ഉപയോഗിക്കാറില്ല. കഴിയുന്നതും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വീട്ടിൽ നിന്നാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. അപ്പോൾ നമ്മൾ വെച്ചാൽ നമ്മളേതായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയുണ്ട്. നമ്മുടെ മനുഷ്യ ശരീരത്തിനൊരു സന്തുലിതാവസ്ഥയുണ്ട്. ആ സന്തുലിതാവസ്ഥ തെറ്റാതെ സൂക്ഷിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ധർമ്മമാണ്, കടമയാണ്. അത് സൂക്ഷിച്ചാൽ തന്നെ ഒരു രോഗവും ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ 45-ാമത്തെ വയസ്സിൽ കൊളസ്ട്രോൾ, 35-ാമത്തെ വയസ്സിൽ ഷുഗർ, 25-ാമത്തെ വയസ്സിൽ പ്രമേഹം, ഇനി ഇല്ലാത്ത രോഗമൊന്നും ഒരു ശരീരത്തിലില്ല. ഈ പണം ഉണ്ടാക്കാൻ പായുന്ന പാച്ചലിൽ നമ്മൾ മറന്നു പോകുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ, അത് നിലനിർത്താൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ വന്നു കൂടുന്ന എല്ലാ രോഗങ്ങളും. പിന്നെ പെണ്ണുങ്ങളോട് എനിക്ക് നന്നായിട്ട് പറയാനുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഈ ഫസ്റ്റ് ഗർഭം ധരിക്കുമ്പോൾ തന്നെ ഡോക്ടറെ പോയിട്ടാകുമ്പോൾ ഡോക്ടർ പറയും ബെഡ് റെസ്റ്റ് എന്നൊരു വാക്കാട് ഉപയോഗിക്കും. അത് കേട്ടിട്ട് നിങ്ങൾ മിണ്ടാതെ അനങ്ങാതെ അവിടെ കുത്തിയിരുന്നാൽ നിങ്ങൾ തിന്ന് ചീർക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് കഴിയുന്ന പണിയെടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും.